നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ വന്നോളൂ, ഞാൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായി നോക്കട്ടെ. വാ മോളെ. എന്തിനാണ് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നേ? ചേച്ചി ചേച്ചി ആരാ കല്യാണം കഴിയുമ്പോന്ന്? കല്യാണ ചെക്കൻ ഇപ്പൊ വരും. ചെക്കന് സ്വീകരിക്കേണ്ടത് നന്ദൂട്ടനാണ്. നന്ദൂട്ടനല്ലേ ചേച്ചിയുടെ ആങ്ങളയുടെ സ്ഥാനം. അതെങ്ങനെയാ വേറൊരാള് രാധികച്ചിയുടെ കഴുത്തിൽ താലി കിട്ടുക? ചേച്ചിയുടെ കഴുത്തിൽ വരുന്നായിട്ടും താലി കിട്ടിയതല്ലേ? താലി കിട്ടിയ ആളല്ലേ ഭർത്താവ്. അപ്പൊ ചേച്ചി വരുന്നായിട്ടന്റെ ഭാര്യയല്ലേ? എടാ ചെറുക്ക, ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങള് ആരുടെ മുന്നിൽ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. നോവ് ഞാൻ പിഴുതെടുത്ത് കളയും. വരുണിന്റെ ഭാര്യ പ്രിയങ്കയാ. അതിപ്പോ നീയായിട്ട് തിരുത്തണ്ട. അത് മുത്തശ്ശി മിണ്ടരുതെന്നാ പറഞ്ഞത്. കല്യാണം കാണാനാ ഇരിക്കുന്നെങ്കിലേ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോണം കേട്ടോടാ. മോന് രാധിക ചേച്ചി ഇഷ്ടമല്ലേ? ചേച്ചിയുടെ ജീവിതത്തില് ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. ചേച്ചിയെ കല്യാണം കഴിക്കാൻ വരുന്ന ആളെ മോന് നല്ല ഇഷ്ടാവും. മോന് ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയല്ലേ. ഓർമ്മയുണ്ടോ യശോദേ നിനക്ക്? പ്രിയങ്കയുടെ കല്യാണം നടക്കുമ്പോ ആ മണ്ഡപത്തിൽ വെച്ച് പെണ്ണ് മാറിപ്പോയിന്ന് വിളിച്ചു പറഞ്ഞവനാ. രാധികേച്ചല്ലേ വരുൺ ചേട്ടനെ കല്യാണം കഴിക്കുന്നത്? പിന്നെന്തിനാ പ്രിയങ്കേച്ചി കൂടെ പോന്നെ? അതേ പെണ്ണ് മാറിപ്പോയി. ആ പയ്യൻ എന്താ പറഞ്ഞത്? ഈ കുരുത്തം കെട്ടവനെ എന്തിനാ വിളിച്ചേ? ഇനി ഞാൻ ആരോടൊന്നും പറയില്ല. പക്ഷെ രാധിക ചേച്ചിയുടെ കല്യാണം കാണിക്കില്ലെന്ന് മാത്രം പറയരുത്. നന്ദോട്ടാ, മോനൊന്നും പറയണ്ട. എന്ത് നടന്നാലും അത് കണ്ടോണ്ട് നിന്നാ മതി. ആരുടെ കയ്യിൽ നിന്നും വഴക്ക് വാങ്ങിക്കരുത്. ചേച്ചി യശോദേ, ഈ കള്ളച്ചെറുക്കനെ സൂക്ഷിച്ചോ. വിഷം ഇത്തിരി മതി ആള് ചാവാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.